ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചുള്ള മോമോ ആണ്. അതിനായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പും. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേശ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഡോ തയ്യാറാക്കിയെടുക്കാം. എല്ലാ വെള്ളവും കൂടി ഒരുമിച്ച് ഒഴിക്കരുത്. അതുപോലെ കുറച്ചായിട്ട് ഇത് നമുക്കൊരു 30 മിനിറ്റ് തിക്കായിട്ട് മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം, മൂടി വയ്ക്കാം. അപ്പോൾ കുറച്ച് എണ്ണ തടവിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മോയ്സ്ചർ നഷ്ടപ്പെടാതെ റെസ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ ചതച്ചത്, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, സവാള 1 ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ചിക്കൻ എല്ലില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുത്തത് അത് ഒരു 1/4 കപ്പ് അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ സോയ വേവിച്ച് ചതച്ചെടുത്തത്, അതും 1/4 കപ്പ്. എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവാളയും ഇട്ട് അതിനൊപ്പം തന്നെ അങ്ങനെ മൂക്കേണ്ട കാര്യമൊന്നുമില്ല. പച്ചമുളകും അതിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കാം. കാരണം ഇതിന് വേകാനായിട്ടുള്ളത് അത് ചിക്കനാണ്. പിന്നെ നമ്മൾ ആവിയിൽ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തോളും, ഇതിനുള്ളിലുള്ള ഫില്ലിങ്ങും എല്ലാവരും വെന്തോളും. ഇപ്പോൾ ഇഞ്ചി പച്ചമുളക് സവാള ഒന്ന് വാട്ടിയതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചിക്കൻ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. ചിക്കൻ പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി, നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പിടുക. ഞാനിവിടെ ഇടുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. ചിക്കനും പിന്നെ ക്യാരറ്റ് സോയ ഇതിനെല്ലാത്തിനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഇത്രയും ഉപ്പിടുന്നത്. സോയയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ചിക്കൻ വെന്ത് ഒരു വൈറ്റ് കളർ ഒക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും മാത്രം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് ഇറക്കേണ്ട ടൈമായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കേണ്ടത് സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ ശരിക്കും പോകണം, നല്ലപോലെ തണുക്കണം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം. സോയാ സോസ് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഡോ ഒന്നുകൂടി കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഡോ നന്നായിട്ട് വലിച്ച് കുഴയ്ക്കണം. കാരണം ഇതിൽ നമുക്ക് മൈദ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നല്ലപോലെ കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കുഴച്ചതാണ് ഞാനിത്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പോവുകയാണ്. ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് അതാണ് ഇതിൻ്റെ റാപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്, മോമോൻ്റെ റാപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് മൈദ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൺവീനിയൻ്റായിട്ട് തോന്നിയത് ഗോതമ്പ് പൊടിയാണ്. പിന്നെ കാണുമ്പോൾ ഇത്തിരി ബ്രൗണിഷ് ഷെയ്ഡ് ഉണ്ടാവുന്നേ ഉള്ളൂ. മൈദയാണെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് കളറിലിരിക്കും. ഇപ്പോൾ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ
ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കാണാനായിട്ട് കളർ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും ടേസ്റ്റിലോ ഒന്നിലും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ ഒരേ അളവിൽ നമുക്ക് ഓരോ പേടകളായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഓരോന്നും ചെറിയ ചെറിയ ഇപ്പോൾ പൂരിക്കൊക്കെ പരത്തുന്നതിലും ചെറുതായിട്ട് പരത്തിയെടുക്കാം. സൈഡ് എപ്പോഴും തിന്നായിട്ടിരിക്കാനായിട്ട് സൂക്ഷിക്കണം. ഇതുപോലെ സൈഡ് തിന്നായിട്ട് ഇരിക്കുക. ഇത്രയും വലിപ്പത്തിലുള്ള പൂരികളായിട്ട് നമ്മൾ എന്താ പറയുക, ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കാം. ചെറിയ ചെറിയ പേടകൾ ബോളുകൾ ഉരുട്ടി ഇതുപോലെ മാവിൽ മുക്കി, ഗോതമ്പ് പൊടിയിൽ തന്നെയാണ് മുക്കുന്നത്. മുക്കിയിട്ട് ഓരോന്നും എല്ലാവരും പരത്തി പരത്തി നമുക്ക് വയ്ക്കാം. ഇനി മോമോ ഫില്ല് ചെയ്യാനായിട്ടാണുള്ളത്. ഈ മിക്സർ നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ 2 പിഞ്ച് ചെയ്യുക. എന്നിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സായിട്ട്, നമ്മൾ സാരിയുടെയൊക്കെ പ്ലീറ്റ്സ് എടുക്കില്ലേ, അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനോട് കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ചെയ്യുന്നത് കണ്ടോ, അതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോ മോമോസും നമുക്ക് ഫില്ല് ചെയ്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്ത് ഫില്ല് ചെയ്ത് എടുക്കാം. ടംബ്ലിംഗ് ഫോൾഡ് ചെയ്യുന്നത് നമുക്ക് പലതരത്തിൽ ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് റൗണ്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അങ്ങനെ പല മോഡലിലായിട്ട് നമുക്ക് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് നമുക്ക് എല്ലാവരും എല്ലാവരും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റീമറിൽ സ്റ്റീം ചെയ്ത് എടുക്കാം. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതിയാവും. ഇപ്പോൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ മോമോ ആയിട്ട് മീതയ്ക്ക് മീതയല്ലാതെ നിരത്തി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ പുറമേയുള്ള വേകാത്ത ഗോതമ്പ് പൊടിയും ഉള്ളിലുള്ള പകുതി വെന്തിട്ടുള്ള ഫില്ലിങ്ങും എല്ലാം മുഴുവനായിട്ട് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.